സ്ഥലം വരെ പോണം. വണ്ടി എടുക്കും. സ്പീഡ് ജീവൻ രാജ്. കൈബുക്ക് ഉണ്ടോളതാ സാലേ കമീനെ ചെമ്മീന ബോസിന് നേരത്തെ മീൻ കച്ചവടം വരുന്നല്ലേ. ചലോ ജൽദി. കൊല്ലാൻ കൊണ്ടോടാ. ബൈഠോ. നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. വന്ന കാര്യം പറ. ഭാനുമതി ചായ. ഗണ്ണ് പേടിയാണ്. അങ്ങനെ എല്ലാ ഗണ്ണും പേടിയില്ല, പക്ഷേ ഈ ഗണ്ണ് പേടിയാണ്. പേടിക്കണം. ഒരുപാട് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരുടെ തലയോട്ടി തകർത്ത ഗണ്ണാണ്. ഒരു ഇന്ത്യക്കാരുടെ കഴുത്തും. ഞങ്ങൾ വന്നത് സാറിന്റെ ഒരു സഹായത്തിന് വേണ്ടിയായിരുന്നു. സാറിന് ഒരുപാട് സന്തോഷവും എന്നാൽ കുറച്ച് ചില്ലറയും കിട്ടുന്ന കാര്യമാണ്. എന്ത് കാര്യം? ശുക്രിയ. ആതിഥേയ മര്യാദയില്ലാത്ത വേണ്ടി. കാര്യം പറ. കാര്യം ഒരല്പം സീക്രട്ടാ. അപ്പോ നിങ്ങൾ കഥ എഴുതാൻ വന്നവരല്ല? അല്ല. എനിക്ക് നിങ്ങളുടെ ഈ ഗെറ്റപ്പ് കണ്ടപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ആട്ടെ, നിങ്ങൾക്ക് എന്തിനാ വട്ടനെ? ഞങ്ങൾക്കല്ല സാർ, മറ്റൊരാൾക്ക് വേണ്ടിയാ. ഓഹോഹോ, അവൻ കാശ് കൊടുക്കാനുള്ള വല്ലവനുമായിരിക്കും. അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. കാര്യം നടക്കോ? കാര്യം നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. പക്ഷേ കാശിന്റെ കാര്യം അത് വളരെ കുറഞ്ഞു പോയി മക്കളെ. എത്ര പറയണം? 1 ലക്ഷം പറ. ശരി, എങ്കിൽ 1 lakh. അവനെ ഞങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ ഉടൻ പണം. ഓക്കെ? 1 ലക്ഷം രൂപ. ഒരു വെടിക്ക് 2 പക്ഷി. എന്റെ മോളുടെ പുറകെ നടക്കുന്നവന്റെ ശല്യവും തീരും, പോക്കറ്റ് കാശും വീഴും. ഓക്കെ. ഓപ്പറേഷൻ എന്ന് നടക്കും? എന്തിനാ വഹിക്കുന്നേ? ഇന്ന് രാത്രി തന്നെ പൊക്കിത്തരാം. ഇയാളുടെ ഓപ്പറേഷൻ വലിക്കോ ബോസേ? ആവോ ആവോ. എന്തൊരു ശബ്ദം കേട്ടില്ലേ? നമുക്ക് ഓടി ഒളിച്ചാലോ ബോസ്? ഒളിക്കാനോ? അതൊന്നും പ്രൊഫഷണൽ കില്ലേഴ്സ് ചേർന്ന പണിയല്ല. പിന്നെ നമുക്ക് ഓടി രക്ഷപ്പെടാം. നിങ്ങൾ എന്തിനാ പുറവുറുക്കുന്നേ? വേഗം വാ. ഈ വീട്ടുകാരെ നമ്മളെ കണ്ടുപിടിച്ചാലോ? ഒന്നുകളെയും. വീട്ടുകാരില്ല, നമ്മളെ വീട്ടുകാർ കൊല്ലും. അയ്യോ, വാടാ. ആരോ വരുന്നു. അത് ശിവൻകുട്ടിയാണല്ലോ. ഇവൻ എങ്ങോട്ടായി പാതിരാത്രിക്ക്? യൂരും ബസ്സിനായിരിക്കോ? ഞാൻ പോയി നോക്കാം. അതൊക്കെ മോശമല്ലേ? എന്തോന്ന്? ഇതൊക്കെ ഒളിച്ചിരുന്ന് കാണാന്ന് പറഞ്ഞ. ഓ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നാ മതി, ഞാൻ പോയി നോക്കാം. ബോസ് ഇരിക്കണല്ലേ? ഇവിടെ ഞാനാകെ കുഴപ്പത്തില. ഞാൻ ജീവനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ശിവൻകുട്ടിയാണെന്ന ഇവരുടെയൊക്കെ ധാരണ. ഓഹോ, അത് ശരി. ഈ ശിവൻകുട്ടി കടത്തിൽ മുങ്ങിയിരിക്കുന്ന ആളാ. അത് കാരണം ഇവിടെ എപ്പോഴും കടക്കാരുടെ ശല്യ. കോടീശ്വരനായ തനിക്ക് കടക്കാരനായ ശിവൻകുട്ടിയായി നിൽക്കാൻ ബുദ്ധിമുട്ടല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാ മതി. വെയിറ്റ്. ആ പട്ടാളക്കാരനെ കാണുന്നില്ലല്ലോ. ബോസ്, ഏതോ കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേൾക്കുന്നു. അത് കുതിരക്കുളമ്പടിയുടെ അല്ല, എന്റെ കാൽമുട്ടുകൾ തമ്മിൽ കൂട്ടിയിരിക്കുന്ന ശബ്ദം. ബോസ് ഇത്ര മണ്ടനായി പോയല്ലോ. ഞാൻ നിക്കണ പോലെ അങ്ങോട്ട് നിന്നാ പോരെ? ഓ, ഇതുപോലെയല്ലേ? കുറച്ച് ദിവസം കൂടി താൻ ഇവിടെ തുടരണം. ജീവൻ സ്കൂപ്പിന്റെ MD കോടീശ്വരൻ ജീവൻ രാജായല്ല, കടക്കാരൻ ശിവൻകുട്ടിയായി. അല്ല, അതെന്തിനാ? എന്തൊരു അഭിശബ്ദം കേട്ടല്ലോ. അപ്പോ അതാണ് വട്ടിന്റെ ഗുഡൻസ്. ഇവൻ ശിവൻകുട്ടിയല്ല, ശിവൻകുട്ടിയെ പോലെ കോടീശ്വരനായ മറ്റൊരുത്തൻ. ഇനി കളി എങ്ങനെ കളിക്കണമെന്ന് കേശവൻ അറിയാം. ഏതായാലും ഇനി അവന്മാര് വെട്ടിച്ച് മുങ്ങാം. 1 ലക്ഷത്തേക്കാൾ വലുതാണ് കോടികൾ. ബോസ്, അവൻ
നല്ല പനിയാ, അതാ പുതച്ചക്കണം. നമ്മുടെ ലാസ്റ്റ് ചാൻസാ. നമുക്കിന്ന് അവനെ പൊക്കണം. അപ്പൊ പട്ടാളം പട്ടാളം എടാ മണ്ട, വെറുതെ അയാളെ കൂട്ടുപിടിച്ച് നമ്മുടെ 1 ലക്ഷം കളയണോ? അപ്പൊ എടുക്കട്ടെ. യെസ്. ബോസ് ഏതിട്ട് കൊടുക്കണം? ഇത് ചെങ്കല്ലേ? വേണ്ട, ശബ്ദം കേൾ. ഓ ഐ സി. കരിങ്കല്ലേ? വേണ്ട വേണ്ട, ആള് വടിയോ. എന്നെ വെള്ളാരിക്കല്ലേ? യെസ്. ശബ്ദമില്ലാതെ ബോധപ്പെടുത്താൻ അതാ നല്ലത്. ഓക്കെ. തുണി മാറ്റിങ്ങി തരയുടെ ഒമ്പളങ്ങട്ട് കണ്ടുപിടിക്കായിരുന്നു. ബാബാ. അയ്യോ പട്ടാളം. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്റെ കയ്യിൽ ഒരു പ്ലാനും ഇല്ല ചേട്ടാ. ഇവന്റെ ഈ അവസ്ഥയിൽ ഞാൻ എന്ത് പറയാനാ? അവസ്ഥയും വ്യവസ്ഥയും ഒന്നും എനിക്കറിയണ്ട. എന്റെ രൂപ എപ്പ തരും? അത് ആര് തരും? ഞാൻ തരും. എന്താ വിശ്വാസം വരുന്നില്ലേ? ഞാൻ തരും. ആ, ഇവന്റെ കാര്യത്തിലല്ലേ നിനക്ക് സംശയമുള്ളൂ? എന്റെ കാര്യത്തിൽ സംശയമില്ലല്ലോ. പട്ടാളം കേശവൻ ഒരു വാക്ക് പറഞ്ഞതാ കാശ് ഞാൻ തരും. എപ്പ തരും? എന്താ തലയിൽ എന്താ വെച്ചേക്കണേന്ന് നോക്കി. അത് മുടി കണ്ണിൽ വിടാതിരിക്കാനാ. അത് നല്ലതാ. ഇപ്പൊ അങ്ങനെ ആൾക്കാർ കെട്ടാറുണ്ട്. നല്ലതല്ലേ? അതൊക്കെ ഇരിക്കട്ടെ. എന്റെ കാശ് എപ്പ തരും? ദാസപ്പാ, എന്റെ മകൾ മീനാക്ഷിയുടെയും ഈ ഇരിക്കുന്ന ശിവൻകുട്ടിയുടെയും കല്യാണം നടക്കുന്ന ആ നിമിഷം നിന്റെ കാശ് ഞാൻ തരും. ശരി കേശവ, നിനക്ക് തോന്നുമ്പോ നീ ഓരോന്ന് പറയും, എന്നിട്ട് നാളെ നീ അത് മുഴുവൻ മാറ്റി പറയുകയും ചെയ്യും. ഇല്ലളിയാ, എനിക്ക് ബോധോദയം ഉണ്ടായി. എന്റെ ചേട്ടാ, ആള് പറഞ്ഞതിലും കാര്യമുണ്ട്. ശ്രീബുദ്ധന് ബോധി വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. അങ്ങനെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിലെങ്ങാനും ഇന്നലെ ഇരിപ്പുണ്ടായ? ആ, അത് മാത്രല്ല ചേട്ടാ, ഇത്രയും വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ കടം മുഴുവൻ വീട്ടാന്നും സ്വന്തം മകളെ കല്യാണം കഴിച്ചു തരാമെന്നും വെറുതെ ആരെങ്കിലും പറയൂ? അല്ലേ കേശവാ? അതെ, മൂത്ത പ്രാന്താട്ടാ. ജീവൻ വേണമെങ്കിൽ അകത്തേക്ക് കയറിയിരുന്നോ? എന്താ പറഞ്ഞേ? അല്ല, ഞാൻ പറയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി കിട്ടിയാൽ മതിയായിരുന്നു. കറക്റ്റ്. ഇനി ആരും ഒന്നും പറയണ്ട, നമ്മളെല്ലാവരും കൂടി ഈ കല്യാണം ഉടനെ നടത്തും. ശിവൻകുട്ടി മരുമകനെ, സൗന്ദര്യവും സമ്പത്തുമല്ല, മനസ്സിന്റെ വലിപ്പമാണ് വലുതെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി. ശിവൻകുട്ടി വൈകിട്ടൊന്നുമില്ല, ഇപ്പോഴെങ്കിലും മനസ്സിലായി. എനിക്ക് ബോധമുണ്ട്. ഒരു കല്യാണം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാനിപ്പോ. എന്ത് മാനസികാവസ്ഥ? ഇവ ഇന്നലെയും കൂടി ഉറക്കത്തിൽ പറഞ്ഞതാ, മീനാക്ഷിയെ കെട്ടിയില്ലെങ്കിൽ ഇവൻ ചത്തുകളയൊന്നു. അളിയും കേട്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. എടാ പന്നി, എല്ലാ കടങ്ങളും വീട്ടാൻ ദൈവം അയച്ചു തന്നൊരു പ്രാന്തനാ ഇവൻ. നീ അത് നശിപ്പിക്കില്ലേ? അതെ, എല്ലാം പറഞ്ഞതുപോലെ ആ കൈ തന്നെ കൈ ഇങ്ങോട്ട് നമ്മൾ ഈ കല്യാണം അങ്ങോട്ട് ഉറപ്പിക്കുന്നു. ഉറപ്പിച്ചു. ഈ വരുന്ന 20-ാം തീയതി കല്യാണം. ആ പട്ടാളം നമ്മളെ ചതിക്കുകയായിരുന്നു. അവനെ പൊക്കിത്തരാന്ന് പറഞ്ഞിട്ടിപ്പോ സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പോകുന്നു. വഞ്ചകൻ, വൃത്തികെട്ടവൻ, തെണ്ടി. തെണ്ടി. തെറി പറഞ്ഞ് കളിക്കാൻ വന്നതല്ല. കം ടു ദ പോയിന്റ്. ഈ വിവാഹം നടക്കാൻ പാടില്ല. ബോസിന്റെ മണ്ടത്തരേ പറഞ്ഞത്. ഒരു സദ്യ ഉണ്ടിട്ട് എത്ര നാളായെന്നറിയാമോ? നീ സദ്യ ഉണ്ണാൻ വന്നാണോ അവന് തട്ടിക്കൊണ്ടുപോകാൻ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ ബോസ്? ആണോന്നോ? എന്താ നിനക്കത്ര സംശയം? അല്ല, ഇവിടെ പ്ലാനിങ് മാത്രമേ നടക്കുന്നുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. മറ്റു പല പ്രൊഫഷണൽ കില്ലേഴ്സിനും പ്ലാനിങ് പോലും നടക്കുന്നില്ല. ഇവിടെ അതെങ്കിലും നടക്കുന്നുണ്ടല്ലോ. അതെന്താ നീ മനസ്സിലാക്കുന്നത്? സോറി ബോസ്. ഓക്കെ.